ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സംഗീത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സംഗീത. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയുള്ളൂ. വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ കല്യാണം ഇത്രയും വൈകിയത്. എൻ്റെ ഭർത്താവിന് 34 വയസ്സുണ്ട്. ആദ്യം എന്നെ പെണ്ണ് കാണാൻ വന്നത് ഭർത്താവിൻ്റെ അച്ഛനാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, അയ്യോ, ഒത്തിരി പ്രായമുള്ളൊരു ചെക്കൻ എന്നെ പെണ്ണ് കാണാൻ വന്നല്ലോ എന്ന്. പക്ഷേ അന്നേരമാണ് എനിക്ക് മനസ്സിലായത് അത് എന്നെ പെണ്ണ് കാണാൻ വന്ന ഭർത്താവിൻ്റെ അച്ഛനാണെന്ന്. മകൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇതാണ് എൻ്റെ മകൻ. ഒത്തിരി കാലമായിട്ട് അവനൊരു പെണ്ണ് അന്വേഷിക്കുകയാണ്. എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാനും ഭാര്യയും പണ്ടേ പിരിഞ്ഞവരാണ്. മകനെ ഞാൻ ഏറ്റെടുത്ത് വളർത്തി. പിന്നീട് കല്യാണമൊന്നും കഴിച്ചില്ല. എൻ്റെ ഭാര്യ വേറെ കല്യാണവും കഴിച്ചു. അവർക്ക് ആ ബന്ധത്തിൽ കുട്ടികളുമുണ്ട്. യാതൊരു സഹകരണവുമില്ല. മോനെ തനിയാണ് ഞാൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെ പലർക്കും ആ വീട്ടിലേക്ക് പെണ്ണ് തരാൻ മടിയാണ്. അതാണ് ഇത്രയും താമസിച്ചത്. മോളുടെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെ കല്യാണമൊക്കെ മോൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞ് വളരെ മധുരമായി സംസാരിച്ചു. ആക്ച്വലി അദ്ദേഹം കാണാൻ നല്ല സുന്ദരനാണ്. മകന് സൗന്ദര്യമുള്ള ആളാണ്. എനിക്കാണെങ്കിൽ വലിയ ഡിമാൻഡുകളൊന്നുമില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അധികം ആരുമില്ല. അപ്പോൾ സമ്മതിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു. പിന്നെ ഹസ്ബൻഡ് ഒരു പാവം ടൈപ്പാണ്. അതും സമ്മതിക്കാൻ ഒരു കാരണമായി. പെട്ടെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഒരു അമ്പലത്തിൽ വെച്ച് താലികെട്ട്. ബന്ധുക്കളായി കൂടി വന്നാൽ ഒരു 50-60 പേര് വന്ന് കാണും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ ജീവിതത്തിലേക്ക് കടന്നു. ആ വീട്ടിൽ അച്ഛനും പിന്നെ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വർഷങ്ങളായി താമസിച്ച വീടാണ്. അവിടേക്ക് ഒരു പെൺകുട്ടി ചെന്ന് കയറുമ്പോഴേക്കും അവർക്കും കൺഫ്യൂഷൻ കാണുമല്ലോ. എനിക്കതറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീട് അടുക്കം ചിട്ടയുമൊക്കെ ആക്കാൻ ശ്രമിച്ചു. എൻ്റെ ഹസ്ബൻഡിന് പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി. അപ്പോൾ അദ്ദേഹം ഭയങ്കര ബിസിയാണ്. രാവിലെ 8 മണിക്ക് ഇറങ്ങും. പിന്നീട് വരുന്നത് ഏകദേശം 10 മണിക്കാണ്. എൻ്റെ ജോലിസ്ഥലം ഒത്തിരി ദൂരമൊന്നുമല്ല. ഹസ്ബൻഡ് വീട്ടിൽ നിന്നും അടുത്താണ്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ 9:15, 9:30 ആകുമ്പോഴാണ് ഇറങ്ങുക. പിന്നെ അച്ഛൻ, എൻ്റെ അമ്മായിച്ചൻ രാവിലെ ആകുമ്പോഴേക്കും പറയും, മോളെ ഇന്ന് ഞാൻ കൊണ്ടുവിടാമെന്ന്. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ടുവിടാതിരിക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാ ദിവസങ്ങളും ബൈക്കിലോ കാറിലോ എന്നെ കൊണ്ടുവിടും. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്കെല്ലാം അറിയാമായിരുന്നെങ്കിലും എൻ്റെ ഭർത്താവിനെ കാണാത്തവരുണ്ടായിരുന്നു. അതിലൊരാൾ ചോദിച്ചു, അയ്യോ, ഭർത്താവിന് ഇത്തിരി പ്രായമുണ്ടല്ലോ. സാരമില്ല, പ്രായമുണ്ടെങ്കിലും നല്ല സുന്ദരനാണെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ, അതിൻ്റെ അമ്മായിപ്പനാണെന്ന്. അപ്പോഴാണ് അവർക്കും അബദ്ധം മനസ്സിലായത്. എനിക്കാണെങ്കിൽ നാണക്കേട് തോന്നിയെങ്കിലും പക്ഷേ അച്ഛൻ ഇത്രയും സുന്ദരനാണല്ലോ, അതിൽ എനിക്ക് ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പാവത്താനാണെന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാം അങ്ങ് പാവത്താനാണ്. നല്ല സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട്. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം കൊടുത്തെങ്കിൽ മാത്രമേ പുള്ളി വഴിക്ക് വരികയുള്ളൂ. ആ ഒരു വഴിക്ക് വരുത്താൻ ഞാൻ കുറേ പാടുപെട്ടു. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. ഇങ്ങനെ ആണുങ്ങളുണ്ടോ, പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുത്തുവാക്കുകൾ പറയും. എങ്കിലേ ആണുങ്ങൾ ഒന്നുണരുകയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഏകദേശമൊക്കെ ഞാൻ ശരിയാക്കിയെടുത്തത്. കാര്യം ഇത്രയും കാലമായിട്ടും പല ദുരിതങ്ങളുടെയും പുറകെ നടന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു റിലാക്സേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ വന്ന ഭർത്താവും ഇങ്ങനെ അവിടെയുമല്ല ഇവിടെയല്ല നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താകും? അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ 2 ചാട്ടവും വഴക്കവും ഒക്കെ പറയും. ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്ന ആളായി എൻ്റെ ഭർത്താവ് മാറി. പക്ഷേ എനിക്കെതിരെ ഒന്നും പറയില്ല. നിനക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറയൂ, എനിക്ക് ഒന്നും അറിയില്ല, പക്ഷേ നീ പറഞ്ഞാൽ അതുപോലെ ഓക്കെ എന്ന് പറയും. അതും ഒരു നല്ല കാര്യമാണ്. അങ്ങനെ പലപ്പോഴും വീഡിയോ ഒക്കെ ഞാൻ കാണിക്കും. ഇത് കണ്ടോ, അതിലുള്ള ആൾക്കാർ എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാകുന്നതെന്ന്. അതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ എന്ന് പറയും. അപ്പോൾ പറയും, അത് ഇംഗ്ലീഷുകാരല്ലേ. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷുകാരല്ല, അല്ലാതെ മലയാളികളുണ്ട്, കാണണമെന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി പറയും, എനിക്ക് കാണുമൊന്നും വേണ്ട, ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം വരെ ട്രൈ ചെയ്യാമെന്നും. ഞാൻ പറയും, പോരാ, ട്രൈ ചെയ്യണം നന്നായിട്ട്, എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദേ ഇട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കും. എങ്കിലേ ഉണർന്ന് ഉത്സാഹപൂർവ്വം നിൽക്കുകയുള്ളൂ. അത്തരമൊരു ടൈപ്പാണ്. പക്ഷേ അമ്മായിപ്പൻ എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. കാര്യം പാചകമൊക്കെ നന്നായിട്ടറിയാം. ഞങ്ങൾ 2 പേരുടെയും ജോലിയൊക്കെ കണ്ടറിഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ്. ആ വീട്ടിൽ ശരിക്കും അമ്മായിമ്മയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തോളും. പിന്നെ
പിന്നെ ഇപ്പം പുള്ളിക്കാരൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം ബാങ്ക് ബാലൻസും ഒക്കെയുണ്ട്. അദ്ദേഹം VRS എടുത്താണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. സാമ്പത്തികത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ ആർക്കും പറ്റില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും സ്വത്തൊക്കെ പല സ്ഥലത്തായി ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെതായ വലിയ രീതിയിലുള്ള ജാടയോ പത്രാസോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫിറ്റ്നസ് അതും എൻ്റെ ഭർത്താവിനില്ല. അമ്മായപ്പനുണ്ട്. അദ്ദേഹം രാവിലെ ജിമ്മിൽ പോകും. അതും ഞാൻ ഉണരുന്നതിന് മുമ്പ് തിരിച്ചു വരും. 6 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരും. രാവിലെ ഒരു 4:30 ആകുമ്പോഴേക്ക് ജിമ്മിൽ പോകും. അങ്ങനൊരു സ്വഭാവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ചാമിങ്ങായ മുഖമായിരുന്നു. പിന്നെ ബോഡിയും. അമ്മായപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ഒന്ന് ജസ്റ്റ് പാളിയെങ്കിലും നോക്കും. അമ്മായിച്ചന് ഒരു കൂട്ടുകാരനുണ്ട്. എന്ന് വെച്ചാൽ അവൻ ചെറുപ്പക്കാരനാണ്. ഒരു 23 വയസ്സ് കാണും. മിക്കവാറും സമയത്ത് അവർ രണ്ടുപേരും കൂടാണ് ഒന്നിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും അവൻ വരും. അവൻ അമ്മായിച്ചൻ്റെ കാർ എടുത്തുകൊണ്ട് പോകാറുണ്ട്. വീട്ടിലെ എന്താവശ്യങ്ങൾക്കും അവൻ മുന്നിൽ വന്ന് നിൽക്കും. ശരിക്കും ഒരു ഹിന്ദി സിനിമ നടന്മാരെ പോലെയുള്ള രൂപമാണ് അവൻ്റേത്. ബോഡി ഷേപ്പൊക്കെ അവൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജിമ്മേറ്റുകളായ രണ്ടുപേരും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളായിരിക്കും പറയുക. ഒരു ദിവസം ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അല്ല അച്ഛാ, അച്ഛൻ എന്തിനാണ് ബോഡി ബിൽഡ് ചെയ്യുന്നത്? അച്ഛന് ഏതെങ്കിലും ആരാധികമാരുണ്ടോയെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പൊടി, ആരാധികമാരുണ്ടാകാൻ വേണ്ടിയിട്ടാണോ? ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരാധികമാരൊക്കെ ഇവനാണ് ഉള്ളത്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ സൽമാൻ ഖാൻ്റെ ലുക്കില്ലേന്ന്. പിന്നെ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി ചിരിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ കളിയാക്കി ചിരിക്കുന്നത്? നീ കണ്ടിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ നീ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുവന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, എന്ത് കണ്ടാൽ ഞെട്ടുവന്ന്? അപ്പോൾ അമ്മായിച്ചനും ആ ചെക്കനും കൂടെ ചമ്മിയ രീതിയിൽ ചിരിച്ചു. അയ്യോ മോളെ, നീ ഉദ്ദേശിക്കുന്നതല്ല. ഞാൻ പറഞ്ഞത് അവൻ്റെ മസിൽ കണ്ടാൽ ഞെട്ടുവന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ, എന്താണെന്ന് ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ എന്ന്. അപ്പോഴേക്കും അവിടെ കൂട്ടച്ചിരിയായി. ചോദിച്ച് ഞാനും വല്ലാതായി. അമ്മായിപ്പനും അവനും ചമ്മി പോവുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. കുറേ നേരം കഴിഞ്ഞ് ആ ചിക്കൻ പോയ ശേഷം അമ്മായപ്പൻ വന്ന് അടുക്കളയിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, എടി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. നീ ഓർക്കും ഞാൻ നിന്നെ കളിയാക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുരർത്ഥത്തിൽ പറഞ്ഞതാണെന്നും. ഞാൻ പറഞ്ഞു, ഏയ് അതൊന്നുമില്ല അച്ഛാ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് എടുക്കാം. അച്ഛനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പോലെ കണ്ടിട്ടുള്ളത്, അല്ലാതെ എൻ്റെ അമ്മായിച്ച എന്നുള്ള രീതിയിൽ ഞാൻ മസിൽ പിടിച്ചൊന്നും കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, എനിക്ക് നല്ല മസിലുണ്ട് കേട്ടോ, പക്ഷേ സൽമാൻ ഖാൻ അത്രയില്ലെന്ന്. ഞാനിപ്പോൾ ചിരിച്ചു. മോളെ, ഞങ്ങൾ രണ്ടാണുങ്ങളും കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ചിലപ്പോൾ ഇത്തിരി കടന്ന് പറയും. നീ അവിടെ നിൽക്കുകയാണെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. കാര്യം അങ്ങനെ ശീലിച്ചു പോയി. എൻ്റെ മകനോട് ഇതൊന്നും പറയാൻ പറ്റില്ല മോളെ. പിന്നെ അത് മാത്രമല്ല, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ ഈ ബോഡി ബിൽഡിങ്ങും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു താല്പര്യമില്ല. ഈ ജോലി, വീട്, ഇപ്പം പിന്നെ നീ, അത്ര മാത്രമേ ഉള്ളൂ. ഈ പയ്യൻ അങ്ങനെയൊന്നുമല്ല. വല്ല സിനിമയിലോ സീരിയലോ ഒക്കെ അഭിനയിക്കാൻ മാത്രം കഴിവുള്ളവനാണ്. പിന്നെ എൻ്റെ മകൻ്റെ കാര്യം നിനക്കറിയാമല്ലോ, കുറച്ചൊരു മൺഗുണാഞ്ചനാണെന്ന് എനിക്കറിയാമല്ലോ. അത് പറഞ്ഞിട്ട് അച്ഛൻ നാക്ക് കടിച്ചു. സോറി മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അവനാണെങ്കിൽ ഇത്തിരി സ്ലോ ടൈപ്പാണെന്നാണ് ഉദ്ദേശിച്ചതെന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, എന്ത് സ്ലോ ടൈപ്പാണെന്ന്? അല്ല മോളെ, അവൻ ഈ പഠിക്കാനുള്ള ബുദ്ധിയുള്ളൂ, ജോലി ചെയ്യാനുള്ള ബുദ്ധിയുള്ളൂ, അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല. മടിയനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛനും സ്വന്തം മകനെക്കുറിച്ച്, സ്വന്തം വളർത്തിയ മകനെക്കുറിച്ച് പറഞ്ഞത് അവൻ മടിയനാണ്, മണ്ടനാണ് എന്നൊക്കെയല്ലേ പറഞ്ഞു വരുന്നത്. കൊള്ളാം, എന്തായാലും എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എനിക്കങ്ങനെ അഭിപ്രായമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ വേണം പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ ഭർത്താവിനെക്കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അല്ല അച്ഛാ, അപ്പം ഞാൻ പറഞ്ഞത് കള്ളത്തരമാണോ? കള്ളത്തരമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നീ നല്ലത് അവനെക്കുറിച്ച് പറയുന്നില്ലോ, എനിക്ക് സന്തോഷം തന്നെ. എന്നാലും അച്ഛാ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ല സ്വന്തം മോനെക്കുറിച്ച്. നീ ഇനി അതിൻ്റെ തുമ്പത്ത് കയറി പിടിക്കും. എന്തായാലും അവൻ മറ്റുള്ളവരെ പോലെ അത്ര ആക്റ്റീവ് ഒന്നുമല്ല, ഒരു പഠിപ്പിസ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതെന്നും. എന്തായാലും നിനക്ക് മനസ്സിലായി കാണല്ലോ മോളെ ഇത്രയും കാലമുള്ള ജീവിതം കൊണ്ടെന്നും. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അച്ഛാ, അച്ഛൻ പറഞ്ഞത് എന്താണെന്ന്. അപ്പം അച്ഛൻ എന്നെ നോക്കി. ഞാൻ പറഞ്ഞതിൽ നീ എന്തോ ദുരർത്ഥം കൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഒരു ദുരർത്ഥവുമില്ല. എൻ്റെ ഭർത്താവ് പഠിക്കാൻ മാത്രം ബുദ്ധിമാൻ, അല്ലാത്ത സമയത്ത് അങ്ങേര് കുഴിമടിയൻ. അതല്ലേ അച്ഛൻ പറഞ്ഞു വന്നത്? കണ്ടോ കണ്ടോ കണ്ടോ, നീയാണെങ്കിൽ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ചേടാ, ഇതെന്ത് കൂത്ത്? ഞാൻ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു, അച്ഛൻ സ്വന്തം മകനെക്കുറിച്ച് കൊള്ളില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അച്ഛനാണ് സ്വന്തം മകനെ വളർത്തിയത്. എന്നിട്ട് എന്തുകൊണ്ട് മകന് എനർജി ഇല്ലാതായി, കുഴിമടിയനായി? അച്ഛൻ എന്തുകൊണ്ട് രാവിലെ വൈകിട്ട് ജിമ്മിൽ പോകുന്നു? അത്
അതെന്നോട് പറ. സ്വന്തം മകനെ എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല? അത് പിന്നെ ഞാൻ അമിത വാത്സല്യം കൊടുത്തു. ഭാര്യമായിട്ട് പിരിഞ്ഞതല്ലേ, അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് വിട്ടു. അതുകൊണ്ട് പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ, എന്തായാലും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. അവൻ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഇനി വന്നു കയറുന്ന പെണ്ണ് അവൻ്റെ സ്വഭാവം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, കംപ്ലൈൻറ്റ് പറയുമെന്ന്. പക്ഷെ അങ്ങനെയില്ല. നിനക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മോളെ ദുഃഖിക്കുന്നത്? എന്തായാലും എൻ്റെ ആശങ്ക ഒഴിഞ്ഞു കിട്ടി. എൻ്റെ മകനെക്കുറിച്ച് ഭാര്യ നല്ലത് മാത്രം പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ മകന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോന്ന്? ഒരു കുഴപ്പമില്ല മോളെ. പക്ഷേ ഈ ചെക്കനെ പോലൊന്നും അവൻ ഊർജ്ജസ്വലനല്ലോ, അതുകൊണ്ടാണ്. ഇനി ഞാൻ മോളുടെ വേറൊരു കാര്യം പറയാം. അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അച്ഛനും ആദ്യകാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. വളരെ സുന്ദരിയായിരുന്നു എൻ്റെ ഭാര്യ. നീ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. അവൾ എന്തിനാണ് വേറൊരാളുടെ പുറകെ പോയെന്ന് നീ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ചോദിക്കുമായിരിക്കും എപ്പോഴെങ്കിലും. അതിനുത്തരം ഞാനിപ്പോഴേ പറയാം. ആ സമയത്ത് ഞാൻ ഇതുപോലെ ജോലി ചെയ്യുക, വീട്ടിൽ വരിക, ഭാര്യയുടെ കൂടെ കുറച്ചു നേരം സമയം ചെലവഴിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ എക്സ്പെക്റ്റ് ചെയ്തത് വേറെ പല കാര്യങ്ങളുമായിരുന്നു. കാര്യം, ആ സ്ത്രീ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളവളായിരുന്നു. അവൾക്ക് എല്ലാ ദിവസങ്ങളും ഇൻട്രസ്റ്റ് നിറഞ്ഞതായിരുന്നു. ആ ഇൻട്രസ്റ്റുകൾ അവൾക്ക് എവിടെ കൊണ്ട് ഒളിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു. എന്നോട് നിരന്തരം അവൾ ആവശ്യപ്പെട്ടു. അന്ന് എൻ്റെ കയ്യിൽ എനർജിയില്ല, എൻ്റെ കയ്യിൽ ഊർജമില്ല, ഒന്നുമില്ല. ഞാനാണെങ്കിൽ പലപ്പോഴും അവളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പലപ്പോഴും ചൂളി നിന്നു. എൻ്റെ ഭാര്യ പിന്നീട് സ്ഥിരമായിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല, അതുമാത്രമല്ല അവൾ ഒട്ടും സംതൃപ്തയല്ല എന്നൊക്കെ എന്നോട് തുറന്നു പറയാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞതനുസരിച്ചൊക്കെ കുറേയൊക്കെ ഞാൻ ശ്രമിച്ചു മോളെ. അന്ന് പക്ഷേ അതൊന്നും വർക്കൗട്ടായില്ല. അവൾ അതിനിടയ്ക്ക് തന്നെ ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വേറൊരു ബന്ധമുണ്ടാകുകയും അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയി, ഇനി ഒരു കാലത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ചില സംഗതികളാണെന്ന് പറഞ്ഞു മോളെ. അന്ന് ഞാൻ ശരിക്കും തകർന്നു പോയി. ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം. അല്ലാതെ മോളെ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഞാൻ വേറൊരു പെണ്ണിന് വേണ്ടിയിട്ടല്ല. എന്തോ എനിക്കൊരു വാശിയായി. എല്ലാവരും എന്നെ കാണുമ്പോൾ നോക്കണം എന്ന് വെച്ചിട്ട് ഞാൻ തെറ്റായ വഴി പോയിട്ടില്ല. അന്ന് നിർത്തിയതാണ് ഞാനെല്ലാം. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ആ കാര്യത്തിലൊക്കെ സക്സസ് ആകുന്ന ഒരാളാണ്. ഒരു പെണ്ണെന്താണെന്നും പെണ്ണിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അവൾക്ക് എന്താണ് വേണ്ടതെന്നും ഇപ്പോൾ എനിക്കറിയാം. പക്ഷേ അന്നറിയില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. മകൻ വളർന്നു വലുതായി. അവനോട് ഞാൻ പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ എൻ്റെ ആ ഒരു രീതി പോലെ ലേസിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു. അവൾ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ പറയുമോ എന്ന് എൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ മോളിപ്പോൾ അവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയുമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പച്ചയായി പോകും. സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും നമ്മൾ അമ്മായിച്ചനും മരുമകളുമല്ലേ എന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. അമ്മായിച്ചൻ്റെ സ്വഭാവത്തിലും ജീവിതത്തിലും ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ പല സംഭവങ്ങൾ കൊണ്ടും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം മകനോട് അദ്ദേഹം പറഞ്ഞു കാണും അനുഭവത്തിൽ കൂടി. പക്ഷേ ഒരിക്കലും എൻ്റെ ഭർത്താവ് മാറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇതൊക്കെ അമ്മായിച്ചനോട് തുറന്നു പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ വേണ്ട, ഇപ്പോഴല്ലേ മകനെ ഞാൻ പുകഴ്ത്തിയത്, ഇപ്പം തന്നെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം മനഃപൂർവ്വം ചില വിഷയങ്ങളുണ്ടാക്കി അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനുണ്ട്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ, പിന്നെ എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം, അതൊക്കെ കൊണ്ട് ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി നിർബന്ധിക്കണം. ഞാൻ തന്നെ ഒത്തിരി എഫേർട്ട് എടുത്തെങ്കിലേ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാകൂ. അങ്ങനെ ഒരാളാണ് അച്ഛൻ്റെ മകൻ. ശരിക്കും ചില സമയത്ത് ഞാൻ മടുത്തു പോകാറുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് അതൊക്കെ ഞെട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നിനക്കും പ്രശ്നങ്ങളുണ്ട്. നീ എന്തുകൊണ്ട് ആദ്യം ഞാൻ ആ കഥ പറഞ്ഞപ്പോൾ തുറന്നു പറഞ്ഞില്ല? അതച്ഛാ, എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ കുറ്റം പറയുക? എന്തായാലും മോളെ, എൻ്റെ ഭാര്യ പോലല്ല നീ ഉള്ളിലൊതുക്കിയും നല്ലവളായി ജീവിക്കാനും ശ്രമിക്കുന്നൊരു സ്ത്രീയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയണം, മോൾ അവനോട് കുറച്ചുകൂടി കൂടുതൽ ഇതൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. കാര്യം എല്ലാവരും
പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പോൾ ഇതൊക്കെ സഹിച്ച് അടങ്ങി നിൽക്കണമെന്നില്ല. ഒരു പരിധി കഴിയുമ്പോൾ മോളുടെ മനസ്സും മാറും. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ തന്നെ അവനും ഉണ്ടാകും. അത് ഉണ്ടാകരുത്. അതുകൊണ്ട് മോൾ കുറച്ചുകൂടി പഠിപ്പും വിവരമുള്ള ആളായതുകൊണ്ട് അവനെ ശരിയാക്കിയെടുക്കാൻ ഇനിയും പരിശ്രമിക്കണമെന്ന്. അച്ഛനറിയാമോ, പലപ്പോഴും വീഡിയോ ഒക്കെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്താണ് ഒന്ന് ശരിയാക്കിയെടുക്കുന്നത്. അച്ഛൻ വളർത്തിയത് ശരിയായില്ലെന്ന്. ശരിയാ മോളെ, ഞാൻ അനാവശ്യമായി ചെല്ലം കൊടുത്തു. അങ്ങനെ ആകരുതായിരുന്നു. എന്തായാലും മോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടി നന്നായി എല്ലാം പറഞ്ഞ് അവനെ ശരിയാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അവൻ ശരിയായില്ലെങ്കിൽ കൂടിയും മോൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. മോളുടെ എന്തിഷ്ടത്തിനും ഞാൻ കൂട്ടു നിൽക്കും. പുറമേ നിന്ന് മോൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷേ എൻ്റെ മോനെ വിട്ടിട്ട് പോകരുത്. ഞാൻ അത് കിട്ടി ഞെട്ടി. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്തുനിന്ന് സഹായം ഞാൻ അത്തരക്കാരിയല്ലെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മോളെ, മോൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ വേണ്ടി പുറമേ നിന്നുള്ള സഹായം സ്വീകരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ അറിയരുത്, അവൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തിയതാണ്. പക്ഷേ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു മോളെ, അവൻ എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന്. അങ്ങനൊരു ടൈപ്പാണ്, എൻ്റെ ആദ്യകാല ടൈപ്പാണ് അവനെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ബോധോദയം എപ്പോഴുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എനിക്കവനോട് തുറന്ന് പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവനൊരു ട്യൂബ്ലൈറ്റ് പോലെയാണ്. അതിന് പകരം ഇപ്പം എൻ്റെ കൂടെ നടക്കുന്ന പയ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 10 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അവനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവൻ്റെ മോനായിട്ട് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ നിൻ്റെ ഭർത്താവായിട്ട് വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ എൻ്റെ പൊന്നു മോളെ, നീ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കില്ല. ആ സമയത്ത് നീ ഭർത്താവിനെയും കൊണ്ട് മുറിയിലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അവൻ വലിയ കേമനാണെന്നാണോ? പിന്നെ എന്താ സംശയം? ഞാൻ പറഞ്ഞില്ലേ, നീ കണ്ടിട്ടില്ലല്ലോ അവൻ്റെ മസിൽ. ഞാൻ പറഞ്ഞു, അച്ഛനന്ന് മസിലെന്ന് പറഞ്ഞു. വേറെന്തോ ദുരുദ്ദേശമല്ലേ? അതേ മോളെ, അന്ന് ദുരുദ്ദേശമാണെങ്കിലും നിന്നോട് എത്രയും തുറന്ന് സംസാരിക്കാതെ ഞാനൊക്കെ പറഞ്ഞതാണ്. എൻ്റെ പൊന്നു മോളെ, അപാരമാണ്. ഞങ്ങളുടെ ജിമ്മിലുള്ളവരൊക്കെ പറയും, ഈ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിക്കുന്നു. ഇത് ജിമ്മിൽ വന്നപ്പോൾ മുതൽ ആൾക്കാർ അവനെ നോട്ടമിട്ടിരിക്കുകയാണ്, കളിയാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോളെ, എന്തൊരു വലിയ വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവൻ അറിയപ്പെടുന്നത് തന്നെ ആ ഒരു കാര്യത്തിന് പേരിലാണ്. അവനെ കെട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും ചെക്കന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്തിരി പേടിയുണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ പ്രോത്സാഹിപ്പിക്കും, അവനും രസിച്ച് ജീവിക്കട്ടെ. അച്ഛൻ വെറുതെ ആ ചെക്കനെ വേറെ വഴിയിലേക്ക് തള്ളിവിടുകയാണ്. അല്ലടി, അവൻ നന്നായിട്ട് ജീവിച്ചോട്ടെ. ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റുകയുള്ളൂ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് ചാൻസ് ഉണ്ട്. എന്നോട് പറയാമെങ്കിൽ എൻ്റെ ഫ്രണ്ട് നിനക്കും ഒരു ചാൻസ് തരുന്നു. പോച്ചാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. അപ്പം അച്ഛനോട് പറഞ്ഞു, കറക്റ്റാടി, അവൻ ഒരു കറക്റ്റ് സിറ്റുവേഷൻ നോക്കിയിരിക്കുകയാണ്. നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണ്. നീ ഒരു യവന സുന്ദരിയാണെന്നാണ് ചിക്കൻ പറഞ്ഞത്. പോച്ചാ, എനിക്കങ്ങനെ വലിയ സൗന്ദര്യമൊന്നുമില്ല. ആര് പറഞ്ഞു? അവൻ്റെ കണ്ണിൽ നിനക്ക് 1000 സൗന്ദര്യം. പക്ഷേ നിനക്ക് താല്പര്യമില്ലല്ലോ. അവന് വേറെ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്നോട് ചോദിക്കും, ഒരു ചാൻസ് ഉണ്ടേ മോളെ, വെറുതെ കളയണോ? ചെക്കൻ വെറുതെ നിൽക്കുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഇളക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാൻ പറഞ്ഞു, അച്ഛാ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ഇറങ്ങുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സീരിയസ് ആയിട്ട് നീ ഇറങ്ങണം. എൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പ് വേണം. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ. ഇവിടെ മോള് പ്രശ്നങ്ങൾ വട്ടം കറക്കാൻ തയ്യാറാണോ? എങ്കിൽ അച്ഛൻ കൂട്ടി നിൽക്കും മോളെ. റെഡിയോ റെഡി എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ദിവസം അറിയാതെ മോളി ആ ചെക്കനെ എനിക്ക് അന്നേ നോട്ടമുണ്ടായിരുന്നു. അമ്മായച്ചൻ കൂടെ നിൽക്കുമ്പം ഞാനെന്തിനാണ് മാഡം ഇത്രയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞത്? പകൽ സമയത്ത് ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരുന്നപ്പോൾ അമ്മായച്ചൻ തന്നെയാണ് എനിക്ക് അതിന് വേണ്ട അവസരം ഉണ്ടാക്കി തന്നത്. അദ്ദേഹം ശരിക്കും എനിക്കൊരു കാവലാളായി നിൽക്കുകയായിരുന്നു. അത്രയും അപൂർവ സൗന്ദര്യമുള്ള ഒരു പുരുഷൻ ഞാൻ സ്വപ്നത്തിലും സിനിമയിലേക്ക് കാണുന്ന പോലെ അന്ന് എനിക്ക് മാരോത്സവമായിരുന്നു. ആ കൊടിയേറ്റത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, വേറൊരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ എനിക്കവിടെ കാണാൻ പറ്റിയില്ല. ചെറുക്കന് ആത്മാർത്ഥതയുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതെനിക്ക് നവ്യാനുഭവമായിരുന്നു. അത് പിന്നെ 5-6 വട്ടം തുടർന്നു. പക്ഷേ ഞാൻ ഒരു അച്ഛനോട് വെച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ അച്ഛൻ പറഞ്ഞു, ജിമ്മിൽ എല്ലാവരും കണ്ട് പേടിച്ചു, എല്ലാവരും അവനെ അത് പറഞ്ഞ് കളിയാക്കി. പക്ഷേ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ, സാധാരണ പോലെയല്ലേ ഉള്ളൂ എന്ന്
ഞാനിങ്ങനെ പറഞ്ഞു. അത് കേട്ട് അച്ഛൻ പൊട്ടിച്ചിരിച്ചു. ആക്ച്വലി മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവനല്ല നിന്നെ യവന സുന്ദരിയായി മനസ്സിൽ കണ്ടത്, പിന്നെ ഞാനാണ് മോളെ അങ്ങനെ കണ്ടത്. എനിക്ക് നിന്നോട് ഡയറക്റ്റ് പറയാൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ചെക്കനാണെങ്കിൽ അവിടെയും ഇവിടെയും അല്ലാതെ ചാടി ചാടി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ഒന്ന് വഴി മാറുമെന്ന് എനിക്ക് തോന്നി. നിനക്ക് അവനുമായുള്ള ആ ഒരു സൗഹൃദത്തിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കും ആ ഒരു സൗഹൃദം കിട്ടുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് അവനെ ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അച്ഛൻ ചെറിയ ചൂണ്ടയിട്ട് വലിയ മീനെ പിടിക്കുകയായിരുന്നു. അതൊന്നും എനിക്കറിയില്ല മോളെ. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനി നിനക്ക് നോ പറയാൻ പറ്റില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്നെ ശരിക്കും ഒരു കടലിടുക്കിൽ കൊണ്ടാക്കുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കൊണ്ട് എസ് പറയിപ്പിക്കാൻ അച്ഛൻ കണ്ടെത്തിയ വഴിയായിരുന്നു. പക്ഷേ എനിക്കതിൽ എസ് ഇനിയും പറയാൻ തോന്നിപ്പോയി. അച്ഛൻ അടുത്ത് വന്ന് ഞാൻ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എൻ്റെ അമ്മായിമ്മ അച്ഛനെ കളഞ്ഞിട്ട് പോയത്. ശരിക്കും ജിമ്മിലുള്ളവർ കളിയാക്കിയത് അദ്ദേഹത്തെയാണോ, അല്ലെങ്കിൽ കണ്ട് അവർ പുകഴ്ത്തിയത് അദ്ദേഹത്തെയാണോ? കാര്യം ആ ചെക്കൻ ഒന്നുമല്ല എൻ്റെ ഭർത്താവ്. അയാൾ മൂന്നാമതോ പത്താമതോ ആയിരിക്കും. പക്ഷേ അമ്മായിച്ചനാണ് നമ്പർ 1. ഇടവപ്പാതി മഴ പോലെ ഇപ്പോഴും പെയ്ത് തോരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഡം, എനിക്കപ്പോഴും സംശയം, ഇത്രയും നല്ല ആളെ വിട്ടിട്ട് എന്തായിരിക്കും ആ ഭാര്യ പോയത്? എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ആദ്യത്തെ ലേസി സ്വഭാവം കൊണ്ടായിരിക്കും. എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ആണുങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉണർന്ന് പ്രവർത്തിക്കണം. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഭാഗ്യവതിയാണ്. അവർ ഇങ്ങനെ പോയതുകൊണ്ട്, അച്ഛനെ മനസ്സിലാക്കാതെ പോയതുകൊണ്ട് എനിക്ക് വമ്പൻ ലോട്ടറികൾ 3 അടിച്ചിരിക്കുകയാണ്. പിന്നെ ഭർത്താവെന്ന് പറയുമ്പോഴേക്കും വമ്പൻ ലോട്ടറി എന്ന് പറയാൻ പറ്റുമോ? ആ, പറ്റിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വായിച്ചു. അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. ഈ കഥകളൊന്നും ആർക്കും അനുകരിക്കാൻ പറ്റുന്ന കഥകളല്ല. അതൊക്കെ ചിലപ്പോൾ ഭാവനകളാകാം. ഓരോന്നും അതിൻ്റെ രീതിക്ക് എടുത്ത് മുന്നോട്ട് പോവുക. മറുപടികളൊന്നും ചോദിക്കാത്തതുകൊണ്ട് നമുക്ക് അത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ.